ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ഓംലെറ്റ് ആട്ടോ. നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലില്ലേ, അതിൽ ആ ചേട്ടൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാനിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആളുണ്ടാക്കിയതിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ള റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാൻ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കാം. അതുപോലെ പച്ചമുളകും ചെറുതാക്കാം. അതിനുശേഷം നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്ക് എത്ര എണ്ണം വേണമെന്നനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞെടുക്കണേ. ഇനി നമുക്കതിലോട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിഷ്ടമുള്ളത് എന്തൊക്കെയാണോ ചേർക്കുക, അതായത് എരിവിനും വേണമെങ്കിൽ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാളയും പച്ചമുളകും ഉപ്പും മസാലപ്പൊടി മുട്ട അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളിയാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി എടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിലുള്ള തക്കാളി അല്ലാണ്ട് ഉരുണ്ടിട്ടിരിക്കുന്ന തക്കാളിയില്ലേ, അത് എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്കത് വെക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇതുപോലെ തക്കാളിയുടെ മുകളിൽ നിന്ന് ടോപ്പ് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ആവശ്യമുണ്ടേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ ആ പൾപ്പില്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇതുപോലെ വട്ടത്തിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ എല്ലാം നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഒരു പൾപ്പില്ലേ, അതെടുത്തിട്ട് ഈ നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇടുന്നുണ്ട്. അതിന് കുരുക്കളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ്ഡ് ഇതുണ്ടല്ലോ, അത് നമുക്ക് ഈ തക്കാളിയിലോട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്തപ്പോൾ എനിക്കത് ഒരു രണ്ട് തക്കാളിയിലേക്ക് നമുക്കത് എടുക്കാൻ പറ്റും. അതിനുശേഷം ആ മുകളിലത്തെ ഭാഗം വെച്ചിട്ട് ഞാനിപ്പോൾ ആവി കയറ്റാനായിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ നമുക്ക് 2 തക്കാളി ഓംലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി വെച്ചിട്ട് ഞാൻ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ തൊലി ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവും. നമുക്കിത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാം. അധികം പുളിയൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണ് ഒറ്റയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കി, ടേസ്റ്റി ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.